ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ബോളിവുഡ് സിനിമ ദുരന്തർ. രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ സംവിധാനം ചെയ്ത സിനിമ ഇതിനകം 500 കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ആക്ഷൻ ത്രില്ലർ ഡ്രാമയായി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ഈ ബിഗ് ബഡ്ജറ്റ് മൂവി. എന്നാൽ സിനിമയ്ക്കെതിരെ ചില കോണുകളിൽ നിന്നും വിമർശനങ്ങളും ഉയരുകയാണ്. വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ചില GCC രാജ്യങ്ങളും. പാക് വിരുദ്ധ സിനിമയെന്ന വിമർശനം ഇതിന് കാരണമാകുമ്പോൾ താരമാവുകയാണ് സിനിമ കൈകാര്യം ചെയ്ത പ്രമേയവും രാഷ്ട്രീയവും. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ലയറി ഗ്യാങ്സ്റ്റർ എങ്ങനെയാണ് ഭീകരവാദം ആസൂത്രണം ചെയ്യുന്നതെന്നും ഇന്ത്യയിൽ ഇത് നടപ്പാക്കുന്നതെന്നും ദുരന്തർ പകർത്തിവെക്കുന്നു. കാണ്ഡഹാർ ഹൈജാക്കിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഹിന്ദുക്കൾ എന്താ ഇത്ര ഭീരുക്കളാണോ എന്ന ചോദ്യത്തോടെയാണ് സിനിമയുടെ ആരംഭം. അഫ്ഗാനിസ്ഥാനിൽ തടവുകാരെ മോചിപ്പിക്കാനെത്തിയ മാധവൻ അവതരിപ്പിച്ച അജയ് സന്യാൽ എന്ന കഥാപാത്രത്തോടാണ് വിമാനം റാഞ്ചിയ ഭീകരവാദിയുടെ പരിഹാസം നിറഞ്ഞ ചോദ്യം. ഭീകരൻ സഹൂർ മിസ്ത്രിയുടെ ചോദ്യത്തിന് സധൈര്യമാണ് അജയ് സന്യാലിന്റെ മറുപടി. സഹൂർ മിസ്ത്രി ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മസൂദ് അസ്ഹറായി മാറുന്നതും പിന്നീട് പാർലമെന്റ് ആക്രമണത്തിനടക്കം നേതൃത്വം നൽകുന്നതും സിനിമ വിശദമാക്കുന്നു. പ്രത്യാക്രമണത്തിനായി പിന്നീട് ഓപ്പറേഷൻ ദുരന്തിലൂടെ ഇന്ത്യൻ സൈന്യം സജ്ജമാവുകയാണ്. പാകിസ്ഥാനിൽ അജ്ഞാതരാൽ ഭീകരർ കൊല്ലപ്പെടുമ്പോൾ അതിന് പിന്നിലുള്ള രഹസ്യവും സിനിമ അനാവരണം ചെയ്തു. മുംബൈ ഭീകരാക്രമണത്തിന് പകരം വീട്ടാൻ കഴിയാതിരുന്ന UPA ഭരണകാലത്തെ നിസ്സഹായാവസ്ഥയും മോദി ഭരണകാലത്തെ അതിശക്തമായ തിരിച്ചടിയും പോരാട്ടവീര്യവും സിനിമ അതിഗംഭീരമായി തന്നെ അടയാളപ്പെടുത്തുന്നു. ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ ആദിത്യ സംവിധാനം ചെയ്ത സിനിമയിൽ നായകനായി രൺവീർ സിംഗ് മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, R മാധവൻ, അർജുൻ ജാപ്പാൽ, സാറ അർജുൻ തുടങ്ങിയ വൻ താരനിരയും ദുരന്തറിൽ അണിനിരക്കുന്നു. ഈ മാസം 5-ന് തിയേറ്ററുകളിലെത്തിയ സിനിമ ഒരാഴ്ച കൊണ്ടാണ് $200 കോടി നേടിയത്. സിനിമ ബോളിവുഡും കടന്ന് വിദേശ രാജ്യങ്ങളിലും ഹിറ്റായപ്പോഴാണ് ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ വിലക്കുമായി രംഗത്തെത്തിയത്. സിനിമ പാകിസ്ഥാൻ വിരുദ്ധ സിനിമയെന്ന വിമർശനം ഉയർന്നതോടെയായിരുന്നു വിലക്ക്. ഭാരത സർക്കാരിന്റെ ഭരണകൂട പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്ന വിലയിരുത്തലും പാക് അനുകൂല മാധ്യമങ്ങളടക്കം മുന്നോട്ട് വച്ചിരുന്നു. സമാന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സിനിമകൾക്കെതിരെ മുമ്പും ചില ഗൾഫ് രാജ്യങ്ങൾ വിലക്കുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഹൃതിക് റോഷൻ നായകനായി 2024 പുറത്തിറങ്ങിയ ഫൈറ്ററിന് UAE ഒഴികെയുള്ള രാജ്യങ്ങൾ പ്രദർശന അനുമതി നിഷേധിച്ചിരുന്നു. അക്ഷയ് കുമാറിന്റെ സ്കൈ ഫോഴ്സ്, ജോൺ എബ്രഹാമിന്റെ ദ ഡിപ്ലോമാറ്റ് എന്നീ സിനിമകൾക്കും ചില ഗൾഫ് രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയിരുന്നു. ദേശവിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന സംഘടനകളും വ്യക്തികളും സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ പതിവ് പോലെ അതിവിടെയും ഏശിയില്ല എന്ന് മാത്രം. ദുരന്തർ മഹാവിജയമാകുമ്പോൾ അത് ഭാരത സൈന്യത്തിന്റെ ധീരതയ്ക്ക് ലഭിക്കുന്ന നിറഞ്ഞ കയ്യടി തന്നെയാണ്. നരേന്ദ്രമോദി എന്ന അജയൻ നയിക്കുന്ന ഭരണകൂടത്തിന്റെ ഭീകരതയുടെ ഒരു സന്ധിയുമില്ല എന്ന പ്രഖ്യാപനത്തിന്റെ സ്വീകാര്യത തന്നെയാണ്. ഭീകരതയ്ക്ക് കുടപിടിക്കുന്നവർ എതിർശബ്ദങ്ങൾ ഉയർത്തിയേക്കാം. ഒരു രാജ്യത്തിന്റെ അന്തസ്സിനെ മാനിക്കാത്തവർക്ക് സാധിക്കുന്നത് ചെയ്യുകയുമാകാം. എന്നാൽ ദേശീയതയെ മുറുകെ പിടിക്കുന്നവർ, രാജ്യത്തെ അത്രത്തോളം സ്നേഹിക്കുന്നവർ ഇനിയും ഏറ്റെടുക്കും ദുരന്തരും ദേശത്തെ വാഴ്ത്തുന്ന